നല്ല സഹായമാണ്. ആ ഇത് കൊണ്ടുവന്നു. അമ്മമ്മ വഴക്ക് പറയും, പാറുട്ടിയെ ഒന്ന് പൊക്കാൻ പറ്റൂല, എന്നാലും എടുത്തോണ്ട് പോകുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ ചെയ്യുന്നതെന്നല്ലേ, നമ്മളിവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഗാർഡൻ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ചെടി കിട്ടിയത് നിങ്ങൾ കണ്ടായിരിക്കും. നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ കുറച്ച് 10 മണിയുടെയും 8 മണിയുടെയും ടേബിൾ റോസിൻ്റെയൊക്കെ വെറൈറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്നിവിടെ നടാൻ പോവുകയാണേ. കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിവിടെ മേളിലിങ്ങനെ ബാൽക്കണിയിലാണ്, ഇത്രയും സ്ഥലമുണ്ട് നമുക്ക് ചെടി നടാനായിട്ട്. അവിടെ നേരത്തെ ചീരയാണ്, നമ്മൾ ആ ചീര വിത്തിനത് പിഴുതിട്ടുകൊണ്ടിരിക്കുക വിത്തെടുക്കാനായിട്ട്. ചീര ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു, എൻ്റെ സമയം കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞത്. വിത്തെടുക്കാനായിട്ട് അമ്മ അതിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു സൈഡിലാണ് നമ്മുടെ ടേബിൾ റോസ് ഫുൾ നടാൻ പോകുന്നത്, ഇപ്പോഴത്തെ സൈഡിൽ വീണ്ടും ചീര തന്നെ ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പാറൂസ് ഉണ്ടോ? ജോലിയാ. പാറൂട്ട് എന്തിയാണ് പാറൂസ്? ആ, പാറൂട്ട് ഭയങ്കര ജോലിയാ. ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കി പണിയുണ്ട്. അമ്മ മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇതിലെന്തോന്നൊക്കെ അമ്മ ഇടാൻ പോണേ ഇനി? ആട്ടിൻ്റെ ചാണകപ്പൊടിയും മണലും പിന്നെ ചകിരിയുടെ ചകിരി പൊടിയില്ല, അതുകൊണ്ട് ചകിരി പൊടിയല്ല, ചകിരി ചോറില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ ചകിരി അരിഞ്ഞ് വെച്ച് അതിൻ്റെ ഇതിലോട്ട് ചേർക്കും. അപ്പം അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുക. വെയിലുണ്ടെങ്കിൽ നല്ല പൂവ് കിട്ടും, നല്ല ഭംഗിയായിരിക്കും. നമ്മളിത് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് വ്യൂ അവിടെ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പാറൂസേ, അപ്പം എന്തേ അമ്മ പറഞ്ഞില്ലേ ചകിരി ചോറില്ലാത്തതുകൊണ്ട് നമ്മൾ ചകിരി ഇങ്ങനെ പിച്ചിടുവാണേ. ഇതിൽ മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ചാണകപ്പൊടി ഇടുമ്പോൾ ഇതിൽ മിക്സ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി അതിൽ ചകിരിയും കൂടെ ഇടും. ചകിരി ചോറാണെങ്കിൽ നല്ലതാണ്. ചകിരി ചോറ് വാങ്ങിക്കാൻ കിട്ടുമല്ലേ ഇങ്ങനെ സെപ്പറേറ്റ് വളക്കടയിൽ നിന്നൊക്കെ? ആ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ എല്ലാ ചെടിക്കും സാധാരണ ഒന്നുകിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ്റെ ഇതുണ്ടല്ലോ, ആട്ടിൻ കാഷ്ടത്തിനെ ഉണക്കി പൊടിച്ച് അതിനായിരിക്കും ഇടുന്നത്. അത് തന്നെയാണ് ഇവിടെ എല്ലാ ചെടിക്കുമുള്ള വളം. അപ്പം അമ്മ അതേ മണ്ണിൽ മിക്സ് ചെയ്യുകയാണേ. അത് പാർഷ പാറുക്കുട്ടി ഇനി വാ, പാറുവേ ഇങ്ങോട്ട് വാ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇടുവാണേ ആ ചകിരിയുടെ പുറത്തേക്ക്. അപ്പം എന്തേ നമ്മളിവിടെ ഫുള്ളായിട്ടും അതിട്ടിട്ടുണ്ടേ. എന്താ ചാണകപ്പൊടി, ചകിരി, മണൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇവിടെ ഫുള്ളായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി
ഈ ടേബിൾ റോസൊക്കെയാണ് ഇവിടെ നടാൻ പോകുന്നത്. ഇതിൽ ഒരു വല്ലാത്തൊരു റെഡ് കളറുണ്ട്, ഓറഞ്ച്, പിന്നെ ഏതാകുമ്പോൾ വൈറ്റ്, യെല്ലോ, ഒരു പിങ്ക് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നടാൻ പോകുന്നത്. അതിൻ്റെ ഡബിൾ കളറുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നടാൻ പോവുകയാണേ. അതേ അമ്മ നട്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഒരാൾ ചെടിച്ചട്ടി വാങ്ങിച്ചുകൊണ്ടുള്ള വരവാണ്. അറിഞ്ഞില്ല, ഇറങ്ങി ഗേറ്റ് തുറക്കാൻ മടിയായതുകൊണ്ട്. കിട്ടിയോ? പപ്പ ഒരു സൈഡിൽ ചീര നടാനുള്ള തയ്യാറെടുപ്പ്. അപ്പൊ അതേ ചെടിച്ചട്ടി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തോ ഇതേ കിട്ടിയുള്ളൂ കേട്ടോ. ഉള്ള 10 വേറൊന്നും ഇല്ലായിരുന്നോ? വേറെ കിട്ടിയില്ല. താഴെ ഇറങ്ങുന്നു, താഴെ താഴെ. മഞ്ഞ കളറേ. ഒരു സൈഡിൽ ചെടി നടൽ, ഒരു സൈഡിൽ ചീര വിത്ത് നടൽ. അപ്പോൾ പപ്പ ഇവിടെ ഇത്രയും ചീര വിത്തിട്ടിട്ടുണ്ട്. അമ്മ ഇവിടെ ചെടി നടുന്നു. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ളും ടേബിൾ റോസിൻ്റെ പല കളറ്. ഒരു സൈഡ് ഫുള്ളും ചീര വിത്ത്. പോവാം. നമ്മൾ മേളിൽ നട്ടതുപോലെ തന്നെ അവിടെ ചാണകപ്പൊടിയാണ് ഇട്ടത്. ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആട്ടിൻ്റെ ഓരോ ഉണക്കി പൊടിച്ചതാണ് ഇത്. അതും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതാണ് ഇന്ന് ചെടിച്ചട്ടിയിൽ നിറച്ചിട്ട് നടാൻ പോകുന്നത്. ഇതിവിടെ താഴെ ഫുൾ അറേഞ്ച് ചെയ്യാനായിട്ടാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ. ചാണകപ്പൊടിക്ക് പകരമായിട്ട് എന്താ വെച്ചാൽ ആട്ടിന്റെ ഓരോ ഉണക്കി പൊടിച്ചത്. ആട്ടിൻ കാഷ്ടം ഉണക്കി പൊടിച്ചത് അതും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. രണ്ടും പോലെ തന്നെയാണ്. അതെ, കൂടെ പാറൂട്ടിയെ സഹായിക്കാൻ ഇരിപ്പുണ്ട്. കണ്ടാ, നല്ല സഹായമാണ്. ഓരോ ചട്ടിയിലായിട്ട് നിറയ്ക്കുന്നു. പാറുട്ടിയെ നമ്മളിത് 10 മണി 8 മണി അതുപോലെ ടേബിൾ റോസ് വേറെ അല്ലേ, ടേബിൾ റോസ് നടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഉണ്ട് കേട്ടോ, വാത്സ്യം. എല്ലാം കൂടെ നമ്മൾ മാറ്റി മാറ്റി നട്ടില്ലെങ്കിൽ ഇത് നശിച്ചു പോകും. അതുകൊണ്ട് കുറെ മേളിൽ നട്ടു, പിന്നെ അതിൻ്റെ തന്നെ ഓരോ ചട്ടിയിലായിട്ട് മാറ്റുകയാണ്. പാറുട്ടിയെ കുറുമ്പിപ്പണ്ണതേ മണ്ണ് മാറി എന്റെ ദേഹത്ത് കൊണ്ടിടുന്നു. എവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, തൽക്കാലത്ത് ഇങ്ങോട്ട് വന്നതാ. പാറക്കുട്ടി മണ്ണ് കളിക്കുന്നുണ്ട്. ഇത് വയ്ക്കുമ്പോഴത്തേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്, എങ്കിലും നല്ലതുപോലെ ഇതിന് പൂ വരത്തുള്ളൂ. അതേ നയിക്കുന്ന അതുകൊണ്ട് നല്ലതുപോലെ വെയിലുള്ള സ്ഥലത്ത് വെക്കണം. പാറുന്റെ കാര്യം കണ്ടോ, ഇവിടെ വെച്ചിരിക്കുന്ന ചട്ടി കൊണ്ട് അവിടെ എവിടെയും കൊണ്ട് വെക്കുക.
പാറുട്ടി കണ്ട നമ്മുടെ പാറുട്ടി കൊണ്ട് കണ്ട ചെടിയൊക്കെ മാറ്റി വെക്കുന്ന കണ്ട നല്ല കുട്ടിയാണ് പാറുട്ടി. ആ ഗുഡ് ഗേൾ. ആ കണ്ട അടുക്കി വെക്കുന്ന കണ്ട. ഹായ് ഗുഡ് ഗേൾ. മതി മതി അവിടെ വെച്ചാൽ മതി മക്കളെ. ഇത് കൊണ്ടുവന്നു. അമ്മമ്മ വഴക്ക് പറയും പാറുട്ടിയെ ഒന്നും പൊക്കാൻ പറ്റൂല എന്നാലും എടുത്തോണ്ട് പോകുന്നു. അതിന് നമ്മൾ വാത്സ്യമാണ് നട്ടത്. അന്ന് ഇവിടെ നമ്മൾ 4 കളറുണ്ടെന്ന് പറഞ്ഞു. ഇത് റെഡ് കളറാണ്, ഇവിടെ ഇല്ലാത്ത കളറാണ്, അതാണിപ്പോൾ നടുന്നത്. ഇവിടെ വെള്ള, പിന്നെ പിങ്ക്, ഓറഞ്ച്, മജന്ത 4 കളറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് റെഡ് കിട്ടി. റെഡും വൈറ്റും കൂടെ മിക്സ് ആണ്. അല്ല റെഡ് കളർ, അതിനെയാണ് നട്ടത്. പാറൂട്ടാ പോരെണ്ണ അങ്ങനെ. പിന്നെ ഒരു കാര്യം കാണിച്ചത്, അന്ന് ഈ ലില്ലിച്ചെടി എന്ന് പറഞ്ഞില്ലേ, ഒരു പൂ കണ്ടില്ലായിരുന്നല്ലോ. എനിക്കൊണ്ട് വയലറ്റ് കളർ കുഞ്ഞു പോവാന്ന് പറഞ്ഞത്. ഗേറ്റിലും ഉണ്ട്. ഗേറ്റിൽ അന്ന് അമ്മ കെട്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ചെടിച്ചട്ടിയിൽ, അതോടെ കാണും. ഇതാണ് കേട്ടോ അമ്മ ഗേറ്റ് വെച്ചിരുന്ന ലില്ലി ചെടി. അതെല്ലാം പൂത്തിട്ടുണ്ട്, നല്ല വയലറ്റ് കളറിലെ. കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട ബാക്കി ചെടിയെല്ലാം നടാൻ വേണ്ടി സാധനം എടുത്തു. ടേബിൾ റോസ് അതിനകത്തില്ലേ? ഇതെല്ലാം 10 മണിയാവും അല്ലേ? നല്ല വെറൈറ്റി അല്ലേ? അതിനകത്ത് 3 ഷെയ്ഡ് ഉണ്ടല്ലേ? കാണിച്ചേ. യെല്ലോ, റെഡും കൂടി. പാറുട്ടി കുറുമ്പി പെണ്ണിന്റെ കാര്യം അച്ചു നോക്കിക്കേ. ഇപ്പോൾ ഒന്നിൽ നമ്മൾ യെല്ലോ കളർ 10 മണി നട്ടേ. അത് മിക്സാണ്, യെല്ലോ റെഡ്. ഇനി അടുത്ത് പാറൂസ് കണ്ടോ, നമ്മളെല്ലാത്തിലും മണ്ണ് നിറച്ച് വെച്ചായിരുന്നു. പാറുക്കുട്ടി എല്ലാം എടുത്ത് അത് തറയിൽ തട്ടി ചട്ടി എടുത്ത് കളഞ്ഞു പോയിക്കോ. ദേ വരണോ അടുത്ത് അടി കൂടിക്കൊണ്ട്. ഇപ്പൊ പോയേനെ. അവിടെ ചെന്ന് വാരിയിട്ട് വാ മക്കളെ, നമുക്ക് അവിടെ ചെന്ന് എടുത്തിട്ട് വാ. ഇപ്പം നമ്മളെല്ലാം ചട്ടികളിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് വളർന്നതിന് ശേഷം നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വച്ചേക്കുവാണ്. ഇതിലൊന്നിൽ 2 ചട്ടിയിൽ വാത്സ്യം വച്ചു, ബാക്കി എല്ലാത്തിലും ടേബിൾ റോസും 8 മണിയും 10 മണിയും കൂടെ അങ്ങനെ വച്ചേക്കുവാണ്. ഇത് മാറ്റി മാറ്റി വച്ചില്ല എന്നുണ്ടെങ്കിൽ നശിച്ചു പോവും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് അത് നശിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം കുറച്ച് ചട്ടികളിലൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി അങ്ങ് വയ്ക്കും. പിന്നെ പാലൂട്ടിയുണ്ടോ, തൂത്ത് കാറ് വരെ തൂക്കുവാള്. എവിടെ പോണു പാറൂട്ടാ? ഭയങ്കര തൂപ്പ. ഇനി ബാക്കി കുറച്ച് ചെടി നടാനായിട്ട് ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ നടാൻ പോവാണേ. അത് അമ്മ ഇപ്പം എടുത്തതൊരു മഞ്ഞ കളർ പൂ വരുന്ന ചെടിയല്ലേ അമ്മ? പേരറിയാമോ? ഈ ഒരു ചെടിയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ചെടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം തൽക്കാലം വെയിലുള്ളടുത്ത് വച്ചേക്കുന്നത്. അത് ഇനി നല്ലതുപോലെ വളർന്നതിന് ശേഷം അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ഗാർഡൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ചെടി കിട്ടിയതെല്ലാം നമ്മൾ ഓക്കെ ആക്കി മേളിലും താഴെയൊക്കെ ആക്കിയിട്ട് ഇനി ഇതെല്ലാം വളർന്നിട്ട് ഒരു അടിപൊളി സൂപ്പർ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.